അയർലൻഡ് ഇന്ത്യക്ക് ചെറുതായിട്ട് പോലും ഒരു വെല്ലുവിളിയായിരുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. 96 റൺസിൽ അയർലൻഡ് ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിച്ചു. രോഹിത് ശർമ്മയാണ് അടിച്ചു കളിച്ചത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ഇന്ത്യയുടെ കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ കോഹ്ലി ഒരു റൺസിൽ ഔട്ടായി. കോഹ്ലിക്ക് പകരം സഞ്ജു ആണെങ്കിൽ ചിലപ്പോൾ അടിച്ചു കളിച്ചേനെ. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളിപ്പോൾ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം ജയിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് നല്ലൊരു തുടക്കമാണ്. പക്ഷേ ടീമിൻ്റെ പ്ലേയിങ് 11 ഇതുവരെ സെറ്റായിട്ടില്ല. കോഹ്ലിയും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ ഇറങ്ങി. ഈ കോംബോ പരാജയപ്പെട്ടിരിക്കുകയാണ്. കോഹ്ലി വൺ ഡൗണിൽ കളിക്കുന്നതാണ് നല്ലത്. ആദ്യ മാച്ച് പോലെ തന്നെ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ വരണം. രണ്ടുപേരും തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിന് ഒരവസരം കൂടി കൊടുക്കാൻ പോവുകയാണ്. അവൻ മികച്ചൊരു കളിക്കാരനാണ്. ഒരു മാച്ച് കൊണ്ട് ഒരു താരത്തെയും വിലയിരുത്താൻ സാധിക്കില്ല. ഇന്ന് കോഹ്ലി ഫ്ലോപ്പായി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പുതിയൊരു കോംബോ ആവശ്യമാണ്. അയർലൻഡിനെതിരെ ഞങ്ങൾ ഈസി ആയിട്ടാണ് കളി ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അവർ വെല്ലുവിളിയായിരുന്നില്ല. പക്ഷേ അടുത്ത മാച്ച് പാകിസ്ഥാനുമായിട്ടാണ്. അത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് മികച്ച താരങ്ങളെ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ. ഒരുപക്ഷെ സഞ്ജുവിനെ ഞങ്ങൾ തിരിച്ചു വിളിക്കുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. ഇന്നത്തെ മാച്ചിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ആണ്. 52 റൺസാണ് രോഹിത് അടിച്ചു കൂട്ടിയത്. അതുമാത്രമല്ല, രോഹിത് ശർമ്മ റിട്ടയർഡ് ഹർട്ടായിട്ടാണ് പുറത്തായത്. ഇല്ലെങ്കിൽ രോഹിത് ഇനിയും അടിച്ചു കളിച്ചേനെ. പക്ഷേ കോഹ്ലി ഫ്ലോപ്പായി. സഞ്ജുവിന് ഒരു അവസരം കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലിയെ വൺ ഡൗണിൽ കളിപ്പിച്ച് സഞ്ജുവിനെയും രോഹിത് ശർമ്മയെയും വീണ്ടും ഓപ്പണിംഗിൽ കളിപ്പിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ സഞ്ജു കളിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനെതിരെ മികച്ച ടീമിന് മാത്രമേ ഇന്ത്യ അണിനിരത്തൂ. ഇന്ത്യക്ക് അഭിമാന പോരാട്ടമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.